أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. صدق الله مولانا العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. സർവാധരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രസ്ഥാന നേതാക്കൾ, മുഹിമ്മാത്തിൻ്റെ മുഹിബ്ബീങ്ങൾ, സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ, സഹോദരികളെ, ഈ മഹത്തായ മജ്ലിസിൽ സാദാത്യങ്ങളുടെയും ഉലമാക്കളുടെയും കൂടെ ചേർന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്കെല്ലാം പാരത്രിക ലോകത്ത് വരുമ്പോൾ ഇവർക്കൊപ്പം സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നിൽക്കാൻ ഇതിൻ്റെയൊക്കെ സബബായി അള്ളാഹു അവസരം നൽകുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആദരണീയരായ ഷെയ്ഖുന താഹിറുൽ അഹ്ദൽ തങ്ങളവറുകളുടെ 20-ാം ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് മുഹിമ്മാത്തിൻ്റെ സനദ് ദാന സമ്മേളനമാണ് ഇവിടെ സമാപിക്കാൻ പോകുന്നത്. നാം ഏറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കേരളത്തിൻ്റെ വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളും സാദാത്യങ്ങളും ദുആ ചെയ്തും നസീഹത്ത് നൽകിയും നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മധ്യേ ഇങ്ങനെ ചില അച്ചാറുകളൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ. ഇപ്പം അച്ചാറിൻ്റെ പേര് കുട്ടികൾ മാറ്റിയിട്ടിട്ട് അച്ചാറാക്കിക്കണം. അങ്ങനെയാണല്ലോ. ഇപ്പം നേരത്തെ അച്ചാറുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ ഒക്കെ കുട്ടികൾ എന്തായി ടച്ചാറാക്കി മാറ്റി. അപ്പോൾ ഒരു ടച്ചാറ് ഇടക്കിടക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇനി ഒരു ടച്ചാറ് കൊടുത്തുകൊണ്ട് ഇത് സമാപിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആയത്തുകളിൽ നമുക്ക് ചില പഠനങ്ങൾ നടത്താൻ സാധിക്കും. ഒന്ന്, ലോകത്ത് ഒരുപാട് ഉദ്ഘാടനങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഉദ്ഘാടനമാണ് ലോക സമാധാനത്തിന് അല്ലാഹു നൽകിയ ഭരണഘടനയായ വിശുദ്ധ ഖുർആനിൻ്റെ ഉദ്ഘാടനം. ഒരു സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട്, ഒരു വാതിൽ തുറന്നുകൊണ്ട്, ഒരു നാട മുറിച്ചുകൊണ്ട് എന്തെല്ലാം ഉദ്ഘാടനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ്റെ ഉദ്ഘാടനം ഇഖ്റ പഠിക്കുക, ഇഖ്റ പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇഖ്റ വായിക്കുക, പഠിക്കുക, വായിക്കുക, പഠിക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരത്തിലാണ് ജബലുന്നൂർ പർവ്വതത്തിൻ്റെ ഉച്ചിയിലെ ഹിറാ ഗുഹ. പുതിയ സംവിധാനത്തിൽ ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോകുമ്പോൾ 600-ാമത്തെ സ്റ്റെപ്പ് കയറണം. അപ്പോഴേ ഹിറാ ഗുഹയിലെത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ഹജ്ജിൻ്റെ സമയത്തും കയറിയതാണ്. ഹിറാ ഗുഹയിലേക്ക് ഇപ്പോൾ ജബലുന്നൂറിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ കുറേ അങ്ങോട്ടറ്റം വാഹനത്തിൽ പോകാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നീട് നമ്മൾ സ്റ്റെപ്പായിട്ട് പോയാൽ 600ാമത്തെ സ്റ്റെപ്പിലെത്തുന്ന സമയത്ത് നമുക്ക് ഇനി ഹിറാ ഗുഹ കാണാൻ തുടങ്ങി. അവിടെ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രകാശത്തിൻ്റെ ഗോപുരമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുടെ നേതാവ് സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ജബലുൻ നൂർ എന്ന പ്രകാശപർവ്വതത്തിലേക്ക് വന്നിട്ട് നൂറുൻ അലാ നൂർ അതാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇഖ്റ പഠിക്കുക, ഇഖ്റ വായിക്കുക, ഇഖ്റ പാരായണം ചെയ്യുക. പഠിക്കാനും വായിക്കാനും ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നിലനിർത്താൻ പഠിപ്പിക്കുകയാണ് ഖുർആനിൻ്റെ ഉദ്ഘാടനം. ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഖുർആൻ അത് നിങ്ങൾ നോക്കൂ, ലോകത്ത് ഇന്നും എന്നും വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം, ഒരു ഭരണഘടന ലോകത്ത് ഖുർആൻ അല്ലാതെ കാണാൻ കഴിയില്ല. ഇഖ്റ ഉദ്ഘാടനമാണ്. സൂര്യചന്ദ്രൻ്റെ ചലനവും ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലെ കറക്കവും അനുസരിച്ച് ഒരു ദിവസത്തെ 24 മണിക്കൂർ ചിട്ടപ്പെടുത്തുമ്പോൾ ഒരു മൈക്രോ സെക്കൻഡ് വിശുദ്ധ ഖുർആന്റെ പാരായണം നടക്കാത്തത് ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. വിശുദ്ധ ഖുർആന്റെ പാരായണം ഇല്ലാത്ത ഒരു മണിക്കൂറല്ല ഞാൻ പറഞ്ഞത്, ഒരു മൈക്രോ സെക്കൻഡ് ഖുർആൻ പാരായണം നടക്കാത്ത ഒരു സമയം ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ലോകത്ത് കുട്ടികളും യുവാക്കളും വൃദ്ധന്മാരും സഹോദരിമാരും എന്ന് വ്യത്യാസമില്ല. ലിംഗവ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ ലോകത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഇഖ്റ, അതാണ് അതിൻ്റെ ഉദ്ഘാടനം. രാവും പകലും വ്യത്യാസമില്ലാതെ നട്ടുച്ച സൂര്യൻ്റെ വെളിച്ചത്തിലും നട്ടപ്പാതിരാവിൻ്റെ കൂരിരുട്ടിലും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏക ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഇഖ്റ, പഠിക്കുക, വായിക്കുക. ആ വിശുദ്ധ ഖുർആനെ നമ്മൾ പഠിക്കുമ്പോൾ ലോകത്ത് ദിവസവും ഖുർആൻ മുഴുവനുമായി പാരായണം ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹ് അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തുടങ്ങി. മിനൽ ജിന്നത്തി വന്നാസ്, അന്നാസ് മനുഷ്യന്റെ പേരുകൊണ്ട് അവസാനിപ്പിച്ചു. അതാണ് ഖുർആൻ. അള്ളാഹ് എന്ന പേരുകൊണ്ട് തുടങ്ങിയിട്ട് അന്നാസ് മനുഷ്യന്റെ പേരുകൊണ്ടാണ് ഖുർആൻ അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്ന്, സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികൾക്ക് നൽകുന്നതാണ്, അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൻ്റെ അവസാനത്തെ സൂറത്ത് സൂറത്തുന്നാസ്, മനുഷ്യൻ എന്ന അധ്യായം. ആ അധ്യായത്തിലുള്ളത് 6 ആയത്തുകളാണ്. ആ 6 ആയത്തുകൾ ക്രോഡീകരിച്ചപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളിലെ അക്ഷരമാല 80 അക്ഷരങ്ങളാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസിൽ 80 അക്ഷരങ്ങളാണ്. ആ 80 അക്ഷരങ്ങളിൽ നിന്ന് ആവർത്തനം ഒഴിവാക്കിയാൽ 23 അക്ഷരം. സമാധാന ഭൂമിയിലും വയലേലകളിലും അതേപോലെ ഓരോ വെള്ളിയാഴ്ചയും തിരിച്ചു വരുമ്പോൾ ആ വെള്ളിയാഴ്ചകളിലെല്ലാം ഖത്മുൽ ഖുർആൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് ഖുർആൻ പൂർത്തീകരിച്ചു ഓതി ദുആ ചെയ്തു, അടുത്ത വെള്ളിയാഴ്ച രാവിന് 2ാമത്തെ ഖത്തം ഓതി. ഇങ്ങനെ തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുർആൻ ഖത്മു ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇഖ്റ, വായിക്കുക, ഇഖ്റ പഠിക്കുക, ഇഖ്റ പാരായണം ചെയ്യുക. ഖുർആനിൻ്റെ ഉദ്ഘാടനം
ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച, ഒരു ദൈവിക ഗ്രന്ഥമോ ഒരു മതഗ്രന്ഥമോ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥമോ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയോ ലോകത്ത് ഏത് മഹാന്മാർ എഴുതിയിരിക്കുന്ന പുസ്തകമോ A to Z മനപ്പാടമാക്കുന്ന ശീലം ലോകത്ത് നിലനിൽക്കുന്നില്ല. ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ ഭരണഘടന, ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിൾ അതിനൊരു വിശദീകരണം നൽകേണ്ടി വന്നാൽ ലോക കോടതിയിൽ അതിൻ്റെ ആധികാരിക സ്വരം ഡോക്ടർ എന്നെ പാൽക്കിവാല സാറിന് പോലും ഇന്ത്യൻ ഭരണഘടന മുഴുവനുമായി മനപ്പാടമില്ല. അമേരിക്കൻ ഭരണഘടന മുഴുവനും മനപ്പാടമാക്കിയ ഒരാൾ ജീവിച്ചിരിപ്പില്ല. ബൈബിൾ മനപ്പാടമാക്കിയ, ഭഗവത്ഗീത മനപ്പാടമാക്കിയ, അങ്ങനെ ഒരു ഗ്രന്ഥങ്ങളും A to Z മനപ്പാടമാക്കിയ ഒരാൾ ജീവിച്ചിരിപ്പില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ബിസ്മില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് വരെ മനപ്പാടമാക്കിയ 7 വയസ്സായ കുട്ടി മുതൽ 117 വയസ്സായിരിക്കുന്ന വൃദ്ധൻ വരെ സ്ത്രീ പുരുഷ ഭേദമന്യേ ജീവിച്ചിരിപ്പുണ്ട്. ലക്ഷക്കണക്കിന് ഖുർആൻ മനപ്പാടമാക്കിയ കണ്ണ് കാണാത്ത 10,000 ജീവിച്ചിരിപ്പുണ്ട്. 2 കണ്ണിനും കാഴ്ചയില്ല പ്രത്യക്ഷത്തിൽ, പക്ഷേ അവരുടെ അകക്കണ്ണിൻ്റെ കാഴ്ച പ്രത്യക്ഷ കണ്ണിൻ്റെ കാഴ്ചയേക്കാൾ 100 ഇരട്ടിയാണ്. അങ്ങനെ അവരുടെ പ്രത്യേക ലിപി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനെ മനപ്പാടമാക്കിയ ലക്ഷക്കണക്കിന് കാഴ്ച ശക്തിയില്ലാത്തവർ, ആയിരക്കണക്കിന് കാഴ്ച ശക്തിയില്ലാത്തവർ. അല്ലാഹു റബ്ബി. പാകിസ്ഥാനിൽ ജീവിച്ചിരിപ്പുള്ള 117കാരൻ ഖുർആൻ ഹാഫിൾ, ഏറ്റവും പ്രായം കൂടിയ ഹാഫിളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ 7 വയസ്സുകാരൻ ഹാഫിളുണ്ട്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂരിനടുത്ത് ചമ്മാണിയോട് പുത്തമ്പള്ളി എന്ന സ്ഥലത്ത് ഹാഫിള് മമ്മുമല്ലാക്ക ജീവിച്ചിരുന്നു. 7ാമത്തെ വയസ്സിൽ ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അദ്ദേഹം ഖുർആൻ അങ്ങനെ ഓതാൻ തുടങ്ങി. 80 വയസ്സിന് ശേഷം വഫാത്താകുന്നതിനിടക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു സംശയം തീർക്കാൻ മുസാഫ് മറിച്ചു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അക്കാലത്തെ ഖുർആൻ പാരായണ മത്സരങ്ങളിൽ ഉന്നത വിജയം അദ്ദേഹം നേടിയിരുന്നു. ഖുർആൻ മനപ്പാടമാക്കുക, ഖുർആൻ ഓതുക. ഓർത്തു നോക്കൂ നിങ്ങൾ, ഞാൻ കഴിഞ്ഞ റമദാനു ഷരീഫിൽ UAE ഗവൺമെൻറ്റിൻ്റെ ഒരു ഗസ്റ്റായി അബുദാബിയിൽ പോകാൻ അവസരം കിട്ടി. ഞങ്ങൾ ഔദ്യോഗികമായ ഒരു സൽക്കാരത്തിൽ ഒരു പ്രധാനപ്പെട്ട അറബി വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മലയാളി സ്നേഹിതനുണ്ട്. അദ്ദേഹം പരിചയപ്പെടുത്തിയതനുസരിച്ച് ആ വീട്ടിലെ ഒരു ഉമ്മ വാതിലിന് പുറകിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ, ഞാനിപ്പോൾ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്. 23 ജുസ് ഹിഫ്ളായിട്ടുണ്ട്. ബാക്കി 7 കൂടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കരുത്. എൻ്റെ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം പിടിക്കുമ്പോൾ ഖുർആൻ 30 ജുസും അതിലുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, വിശുദ്ധ ഖുർആൻ നമ്മുടെ നാട്ടിലൊക്കെ പ്രായമുള്ള എത്രയോ പുരുഷന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. പറയത്തക്ക ഡ്യൂട്ടിയൊന്നും ഇപ്പോൾ ചെയ്യാനില്ല. മക്കൾക്കും പേരമക്കൾക്കും കുടുംബത്തിനും ഒരു നേതാവായി വീട്ടുഭരണമായി ഉമ്മാമയും വീട്ടുഭരണമായി ഉപ്പുപ്പയും ഇരിക്കുമ്പോൾ അവരോട് പറയട്ടെ, അറബ് രാഷ്ട്രത്തിൽ അങ്ങനെ പ്രായമുള്ള എത്രയോ ഉപ്പമാരും ഉമ്മമാരും അവരിപ്പോൾ സമയം ചെലവഴിക്കുന്നത് വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കാനാണ്. എന്തുകൊണ്ട്? അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ആ റൂഹിൽ 30 ജുസ് ഖുർആനുമുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഉദ്ഘാടനം ഇഖ്റ, വായിക്കുക, ഇഖ്റ പഠിക്കുക.
ആ ഖുർആനെ നമുക്ക് നൽകിയതിനെ കുറിച്ച് ഖുർആൻ മറ്റൊരു ഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നത് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം, അള്ളാഹുവിൻ്റെ 5000 പേരുകളുണ്ട്. അതിൽ പ്രസിദ്ധമായ 99 അസ്മാഉൽ ഹുസ്നയുണ്ട്. ഏതെല്ലാം പേരുകളുണ്ട്? അതൊന്നും ഇൽമ് പറഞ്ഞെടുത്ത് അള്ളാഹു തആല ഉപയോഗിച്ചില്ല. അൽ ജബ്ബാറു അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞില്ല, അൽ ഖഹാറു അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞില്ല. മറിച്ച് ഖുർആൻ നൽകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, വിനയത്തിൻ്റെ, താഴ്മയുടെ, കൃപയുടെ, അല്ലാഹു റബ്ബി, മാനുഷിക മൂല്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലാണ് ഇൽമ് കേന്ദ്രീകരിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന തരത്തിൽ അർ-റഹ്മാൻ, കാരുണ്യത്തിൻ്റെയും കൃപയുടെയും കടാക്ഷമായിരിക്കണം ആലിം. ഇൽമ് എന്ന് പറയുന്നത് വിനയമാണ്. കണ്ടോ നിങ്ങൾ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഈ ഖുർആൻ പഠിപ്പിച്ചതാരാണ്? റഹ്മാനാണ്. റഹ്മാനാണ് ഖുർആൻ നൽകുന്നത്. ഇൽമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആ കൃപയുടെ പരാമർശം കാണും. നേരത്തെ റഈസുൽ ഉലമ പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാം ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അന്വേഷിക്കുകയാണ്. ആ അന്വേഷണ യാത്ര പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് ഓർമ്മപ്പെടുത്തുന്നു. ഫവജദാ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. ഇൽമു നൽകി എന്ന് പറയുന്നതിന് മുമ്പ് ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ, ആദ്യം ഏത് നൽകിയിട്ടുണ്ട്? ആ ഇൽമിന്റെ ആൾക്ക് റഹ്മത്ത്. കണ്ടോ, കൃപയുടെയും കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും. ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ അള്ളാഹുവെ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. നേരത്തെ സി ഫൈസി ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ കാസർഗോഡിന്റെ ജില്ല, ഈ കാസർഗോഡ് ജില്ലയിലെ മുത്തു മുഅ്മിനീങ്ങൾ മുഹിബ്ബീങ്ങളാണ്. അഹ്ലു ബൈത്തിനെ അങ്ങേയറ്റം മഹബത്ത് വെക്കുന്നവർ, ആലിമീങ്ങളെ അതിരറ്റ് ബഹുമാനിക്കുന്നവർ, ഔലിയാക്കളെ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നവർ, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഈമാനിന്റെ പ്രഭ നിറഞ്ഞു നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഗൾഫ് നേട്ടം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ മുസ്ലിം ജമാഅത്തുകളുണ്ട്. യാത്രാ സൗകര്യങ്ങൾ നല്ല പോലെയുള്ള, പണക്കാരുള്ള, പ്രതാപമുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിട്ടും അന്ന് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിലെത്തിയിട്ട് അന്വേഷിച്ചത് എവിടെയാണ് കുറച്ച് പണക്കാരൊക്കെ താമസിക്കുന്ന ഒരു മഹല്ല് ജമാഅത്ത്, എവിടെയാണ് കുറച്ച് കൂടുതൽ സൗകര്യമുള്ള ഒരു വിശാലമായ പള്ളി, എവിടെയാണ് കുറച്ച് കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥലം, എവിടെയാണ് കുറച്ച് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഇടം എന്ന് അന്വേഷിച്ചല്ല ബഹുമാനപ്പെട്ടവർ കാസർഗോട്ടെത്തിയത്. മറിച്ച് കാസർഗോഡും ഈ കേരളവും കർണാടകവും തമ്മിൽ അതിരിട്ട് നിൽക്കുന്ന ഈ പ്രദേശത്ത്, മൗത്തായി കിടക്കുന്ന സ്ഥലത്ത് ഈമാനിന്റെ ഹയാത്ത് നൽകിക്കൊണ്ട് സംരക്ഷിക്കാൻ എൻ്റേതായ ദഅവാ പ്രവർത്തനം കൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് ഈമാനിക ദഅവത്ത് എത്തിക്കാൻ പറ്റാവുന്ന ഒരു പ്രദേശം ഏത് എന്ന് നടന്ന് കണ്ട്, വാഹന സൗകര്യം ഇല്ലാത്ത, റോഡ് സൗകര്യം ഇല്ലാത്ത, കറുത്ത് ധാറിട്ടിരിക്കുന്ന ഒറ്റ റോഡും ഇല്ലാത്ത, മലകളും കുന്നുകളും വന്യജീവികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം തെരഞ്ഞെടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ. ബഹുമാനപ്പെട്ടവർ സുബ്ഹാന ജല്ല ജലാലു ഈ പ്രദേശത്തിന്റെ എല്ലാ മണ്ണിലും അവിടുത്തെ പാദസ്പർശനം ഏറ്റിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ അന്നിവിടെ കാറിൽ സഞ്ചരിച്ചതല്ല, അന്നിവിടെ മറ്റു വാഹനങ്ങൾ സഞ്ചരിച്ചതല്ല. ബഹുമാനപ്പെട്ട തങ്ങൾ ഈ ഭാഗത്ത് നടക്കാത്ത, ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യാത്ത എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ടവരെ പാദസ്പർശനമുണ്ട്. അവിടെ എല്ലാം ബഹുമാനപ്പെട്ടവർ നടക്കുമ്പോൾ, അവിടെ എല്ലാം യാത്ര ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവർ നിറക്കണ്ണുകളോടെയാണ് യാത്ര ചെയ്തത്. അല്ലാഹു റബ്ബി, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്ന 10 തരം കണ്ണുനീരുണ്ട്. വിനയത്തിന്റെ ഭാഗമായി നാം ഏറ്റവും കൂടുതൽ വിനയത്തിന്റെ അടയാളമാണ് നമുക്ക് കരയാൻ സാധിക്കുന്നത്. പക്ഷേ 3 കണ്ണുനീർ അത് ആക്ഷേപിക്കപ്പെട്ട കണ്ണുനീരാണ്, മദ്മൂമായ കണ്ണുനീർ. സൂറത്ത് യൂസുഫ്
അതിൻ്റെ വ്യാഖ്യാനത്തിൽ യാക്കോബ് നബി അലൈഹിസ്സലാമും അവിടുത്തെ മക്കളും തമ്മിലുള്ള ചർച്ച പറയുന്നിടത്ത് കാണാം 10 തരം കണ്ണുനീരുണ്ട്. അതിൽ ഒരു കണ്ണുനീർ കള്ളക്കരച്ചിലാണ്, അത് ആക്ഷേപിക്കപ്പെട്ട കണ്ണുനീരാണ്. മറ്റൊന്ന് കാപ്പറ്റത്തിൻ്റെ കരച്ചിലാണ്, അത് ആക്ഷേപിക്കപ്പെട്ട കണ്ണുനീരാണ്. മറ്റൊന്ന് അഭിനയിച്ച് കൂലിക്ക് വേണ്ടി കരയലാണ്, പഴയ കാലത്ത് നായ് ആയത്തി എന്ന് പറയും, കൂലിക്ക് വേണ്ടി കരയുന്നവർ. ഈ 3 കരച്ചിൽ ആക്ഷേപിക്കപ്പെട്ട കണ്ണുനീരാണ്. അതേ സമയത്ത് 7 കണ്ണുനീരുണ്ട്, ബുക്കാ ഉൽ ഖൗഫ്, ബുക്കാ ഉൽ റജാ, അങ്ങനെ 7 കണ്ണുനീര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കണ്ണുനീർ വിനയത്തിൻ്റെതാണ്. ആ കണ്ണുനീർ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനുള്ളതാണ്. ആ കണ്ണുനീർ എവിടെ ഉറ്റി വീണിട്ടുണ്ടോ അവിടെ വളരും, അവിടെ ഉയരും, അവിടെ വികസിക്കും, അവിടെ പടരും, അവിടെ പന്തരിച്ചു നിൽക്കും. ഈ കാടൻ പ്രദേശങ്ങൾ, ഈ ഒഴിഞ്ഞ മലയോര പ്രദേശങ്ങൾ, ഈ വന്യജീവികൾ നിറഞ്ഞ പ്രദേശങ്ങൾ, ഈ റോഡും വാഹനവും സൗകര്യവും ഇല്ലാത്ത പ്രദേശങ്ങൾ, ഇവിടെ എല്ലാം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ നിറക്കണ്ണുകളോടെ നടന്നിട്ടുണ്ട്, നിറക്കണ്ണുകളോടെ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ആ കണ്ണുനീരിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്നതെല്ലാം ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നാം അവിടുത്തെ ഉറൂസ് മുബാറക്ക് പറയുമ്പോൾ നമുക്കവരിൽ നിന്ന് പകർത്താനുള്ളത് എന്താണ്? നമുക്കവരിൽ നിന്ന് പകർത്താനുള്ളതാണ് ബഹുമാനപ്പെട്ട ശഅബാൻ മാസത്തിൻ്റെ മധ്യത്തിലെത്തി തൊട്ടടുത്ത ദിവസം നമുക്ക് വരാനിരിക്കുന്നത് ബറാഅത്ത് രാവാണ്, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. സൂമു യൗമഹ വഖൂമു ലൈലഹ. രാത്രി നാം അള്ളാഹുവിന് മുമ്പിൽ അധികം കരയേണ്ട ദിവസം, പകൽ നോമ്പെടുക്കേണ്ട ദിവസം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞും ചോദിച്ചും വാങ്ങേണ്ട ദിവസങ്ങളാണ്. ആ സമയത്ത് നാം ഓർക്കണം, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുനീരിൻ്റെ വില ഏറ്റവും കൂടുതൽ കൽപ്പിക്കേണ്ട സമയമാണ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ സ്വഹാബ, അതേപോലെ തന്നെ ലോകം ചരിത്രം പഠിപ്പിക്കുന്ന എല്ലാ മഹാന്മാരും കണ്ണുനീര് കൊണ്ട് കാര്യം നേടിയ സംഭവം നമുക്ക് കിതാബുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണും. ഞാൻ എൻ്റെ ഹിമമികളായ സഹപ്രവർത്തകന്മാരോട്, ബഹുമാനപ്പെട്ട താഹിർ തങ്ങളുടെ പൊരുത്തം പേടിപ്പോകുന്ന നിങ്ങൾ, ആ പൊരുത്തം വാങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ സേവനം ചെയ്യുന്ന നാട്ടിലും അതിവേഗം വളരാനും അതിവേഗം ഉയരാനും അതിവേഗം പടരാനും പന്തലിക്കാനും സാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച പാരമ്പര്യത്തിൻ്റെ കൃപയുടെ, ദയയുടെ, വിട്ടുവീഴ്ചയുടെ, ഖൗഫിൻ്റെ, റജാഇൻ്റെ ഫമാലി ഐനൈകായിൻ ഖുൽതകഫു ഫഹമത വമാലി ഖൽബികായിൻ ഖുൽതസ്താഫിഖ യഹീമി. മുസ്ലിം തങ്ങൾ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് ഇങ്ങനെ അണപൊട്ടി ഒഴുകുമ്പോൾ, ബഹുമാനപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ അണപൊട്ടി ഒഴുകുന്ന മഹബത്ത്, ഇഷ്ക്, അപ്പോൾ അതിൽ തടുത്തു നിർത്താൻ സാധിക്കാതെ വരുന്നത് കണ്ണുനീരാണ്. ആ കണ്ണുനീർ തുള്ളികളോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ, കണ്ണേ നീ ഒന്ന് അടങ്ങുമോ, കണ്ണേ നീ ഒന്ന് സമാധാനിക്കുമോ, കണ്ണുനീരെ നീ എനിക്കൊരവസരം തരുമോ എന്ന് ചോദിക്കുന്നത് കാണാമല്ലോ. ഓ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ബൈഅത്തുർ റിദ്വാൻ നടക്കുകയാണ്. ആ ബൈഅത്തുർ റിദ്വാൻ നടക്കുമ്പോൾ, ബൈഅത്തുർ റിദ്വാൻ നടക്കുന്ന ആ വൃക്ഷം, ആ വലിയ വൃക്ഷത്തിൻ്റെ തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 84 സ്വഹാബാക്കളും ഇരിപ്പുണ്ട്. ബൈഅത്തുർ റിദ്വാൻ നടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആ ബൈഅത്ത് നടക്കുന്ന ആ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് എത്ര പേരാ? നബി തങ്ങളും 84 സ്വഹാബാക്കളും. ഓരോ സ്വഹാബിയും എഴുന്നേറ്റു, നബി തങ്ങളോട് ബൈഅത്ത് ചെയ്തു. രണ്ടാമത്തെ സ്വഹാബി എഴുന്നേറ്റു, നബി തങ്ങളോട് ബൈഅത്ത് ചെയ്തു. മൂന്നാമത്തെ സ്വഹാബി എഴുന്നേറ്റു, ബൈഅത്ത് ചെയ്തു. 83 സ്വഹാബാക്കളെ ബൈഅത്തും കഴിഞ്ഞു. ആളുകളിങ്ങനെ ഓടുന്നത് കാണുമ്പോഴേ വേറെ ഒരു അത്യാഹിതം സംഭവിച്ചതല്ല, അവിടെ ഒരു അത്യാഹിതം സംഭവിച്ചതല്ല. പിന്നെന്താണ്? തങ്ങളെ ബർക്കത്ത് കൊടുക്കുന്നുണ്ട്, അത് കിട്ടാതെ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള വോട്ടാണ്. അല്ലാതെ അപ്പം ഇവിടെ ഇരിക്കുന്ന അച്ചടക്കത്തിലിരിക്കുന്ന എല്ലാവർക്കും ഓടാതെ ധൃതി കാണിക്കാതെ ഇരിക്കുന്നവരുടെ കയ്യിൽ
ബറക്കത്തിൻ്റെ പൊതിയെത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല റാഹത്തിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കൈകളിലേക്ക് ഇങ്ങോട്ട് എത്തും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ആ ഓട്ടത്തിൽ ഞാനും ഒരു മെമ്പറായില്ലെങ്കിൽ ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഓടേണ്ട അടുത്ത് ഓടേണ്ടി വരും, ചാടേണ്ട അടുത്ത് ചാടേണ്ടി വരും, ചിലപ്പോൾ ഒരു ശക്തി തെളിയിക്കേണ്ട അടുത്ത് എന്താവേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. അതൊന്നും ഒരു ആക്ഷേപിക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ഇങ്ങനെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് കഅബ ശരീഫിൻ്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒന്ന് ഇളകി നടന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നു, അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക. അപ്പോൾ എന്ത് ചെയ്തു? നല്ലൊരു മുദ്രാവാക്യം വിളിച്ചു, ഒന്ന് ഇളകി, ഒന്ന് നന്നാക്കി, ഒന്ന് നടന്നു. യാ റബ്ബ്. ആ സന്തോഷത്തിന് ഇങ്ങനെ നടക്കുമ്പോൾ അല്ലാഹു റബ്ബി, പ്രഗൽഭ സ്വഹാബി ഒരു ബൈത്ത് ഇങ്ങനെ ചൊല്ലി. എന്താണ് രസകരമായിരിക്കുന്ന ബൈത്ത്? നഹ്നുല്ലദൂന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദാ. തവാഫ് ഇങ്ങനെ ചെയ്തപ്പോൾ സുഹാബി സന്തോഷത്തോടു കൂടെ ഇങ്ങനെ ആ ബൈത്ത് ഇങ്ങനെ ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് കൊടുത്തുകൊണ്ട് ചൊല്ലുന്ന ഒരു രംഗം നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ആവേശകരമായ രംഗങ്ങളും അതിന് ഓട്ടം നടത്തേണ്ടടുത്ത് ഓടലും ഒക്കെ ഉണ്ടാകും. അപ്പോഴും സമാധാനത്തോടുകൂടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? അവർക്കുള്ളത് ഇങ്ങോട്ട് കിട്ടും. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആ ഹിമമികളൊക്കെ ആയി ഇരിക്കുന്ന അച്ചടക്കത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഹിമമികളുടെ രക്ഷിതാക്കൾ, അതേപോലെ തന്നെ മറ്റ് സഹോദരന്മാർ, നിങ്ങളാരും പുറപ്പെടേണ്ടതില്ല. തബറുക്കിൻ്റെ ഭക്ഷണം നമ്മുടെ കൈകളിൽ ഇങ്ങോട്ടെത്തും ഇൻഷാ അള്ളാഹ്. ആ പോയ ആളുകളുണ്ടല്ലോ, അവർ തന്നെ എന്ത് ചെയ്യും? ഇൻഷാ അള്ളാഹ് സമാപന ദുആക്ക് ഇവിടെ വരും. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബൈഅത്തുർ റിദ്വാൻ ഇങ്ങനെ നടക്കുമ്പോൾ 83 സ്വഹാബാക്കളും ബൈഅത്ത് ചെയ്തു. 84ാമത്തെ സ്വഹാബി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ബൈഅത്തിന് വേണ്ടി റസൂലുള്ളാഹിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നബിതങ്ങളിലേക്ക് കൈവെക്കുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേക്ക് കൈവെക്കുന്നതിന് മുമ്പ് ഉഖബത്ത് ബിൻ ആമിർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ കയ്യിൽ കൈവച്ചുകൊണ്ട് ഞങ്ങൾ ഈ ബൈഅത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാവുന്ന നേട്ടവും വിജയവും എന്താണാവോ എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ടവർ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണാവോ അതങ്ങ് ചോദിക്കുമ്പോൾ ത്വാഹ റസൂലുള്ളാഹി, നിങ്ങളെ രംഗം ഇങ്ങനെ ഓർക്കണം. ഒരു മരത്തിൻ്റെ തണൽ, 84 സ്വഹാബാക്കൾ, 83 പേരും ബൈഅത്ത് ചെയ്തു. 84ാമത്തെ സ്വഹാബി ഉഖബത്ത് ബിൻ ആമിർ തങ്ങൾ ചോദിക്കാണ്, നബിയെ, ഈ പ്രത്യേക ബൈഅത്ത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാവുന്ന നേട്ടം എന്താണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുഖൂലുൽ ജന്ന, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ താമസിക്കാം, അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടെ സ്വർഗത്തിലെത്താം. അതങ്ങ് പറഞ്ഞ് തീരുമ്പോൾ ബഹുമാനപ്പെട്ട ഉഖബത്ത് തങ്ങളെ കൈ റസൂലുള്ളാഹിന്റെ കയ്യിലങ്ങ് വീണ് ആ സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണ് അത്ഭുതം? അല്ലാഹു റബ്ബി, ആ 84 ആളും റസൂലുള്ളാഹിയും ഇരിക്കുന്ന ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു കണ്ണുനീരിങ്ങനെ ഉറ്റി വീണു. കണ്ണുനീർ തുള്ളികൾ ഇങ്ങോട്ട് വരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ നോക്കുമ്പോൾ ആ വൃക്ഷം കരയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മാലക്കി, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാണ് കരയുന്നത്? ആ വൃക്ഷം കരയുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി? മാലക്കി, നിനക്ക് എന്ത് പറ്റി? ആ സമയത്ത് ആ വൃക്ഷം റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, തങ്ങളും 84 സ്വഹാബാക്കളും എൻ്റെ ഈ തണലിൽ ഇരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ സന്തോഷമുള്ള, ഐശ്വര്യമുള്ള മറ്റൊരു രംഗം എനിക്ക് വേറെ ഇല്ലല്ലോ. നിങ്ങൾക്ക് തണലിട്ട് തരാൻ എന്നെ അല്ലാഹു തആല തെരഞ്ഞെടുത്തല്ലോ. പക്ഷേ നിങ്ങൾ 84 പേരും നിങ്ങളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന സന്തോഷത്തിൽ പിരിയുകയാണ്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന സന്തോഷത്തിൽ പിരിയുകയാണ്. ഞാനാകുന്ന ഈ വൃക്ഷം നിങ്ങൾക്ക് നേരിട്ട് തന്നിട്ട്, തണലിട്ട് തന്നിട്ട്, ഞാനിവിടെ വെയിലത്ത് ഉണങ്ങി, എൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി, എൻ്റെ ചില്ലകളൊക്കെ മുറിഞ്ഞ് തീർന്ന്, ആർക്കും വേണ്ടാത്ത ഒരു വൃക്ഷത്തിൻ്റെ എല്ലാം അവസാനിച്ച് ഞാനിവിടെ ഉണങ്ങി നശിച്ച് തീരുകയല്ലേ. ഇതോർക്കുമ്പോൾ എൻ്റെ സങ്കടം തീരുന്നില്ല നബിയെ. അതുകൊണ്ട് തങ്ങളോടൊപ്പം ആ സ്വർഗത്തിലേക്ക് എനിക്കും വരണ്ടയോ? ആ
വൃക്ഷത്തിൻ്റെ കണ്ണുനീരിന് അള്ളാഹുവിൻ്റെ റസൂൽ വലിയ വില നൽകിയിട്ട് പറഞ്ഞു, അന്തിമിൻ അഹ്ലിൽ ജന്ന, അന്തിമിൻ അഹ്ലിൽ ജന്ന, നീയും ഞങ്ങളോടൊപ്പം സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ണുനീർ തുള്ളികൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന വിജയം, അത് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ നമ്മെ നല്ല പോലെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനുകളെ, ഈ ഷഅബാനിൻ്റെ തൊട്ടടുത്ത് വരുന്ന റമളാൻ ഷരീഫിൻ്റെ കണ്ണുനീര് കൊണ്ട് കൽബ് കഴുകേണ്ട, കണ്ണുനീര് കൊണ്ട് കൽബ് കഴുകേണ്ട ഏറ്റവും നല്ല സമയത്ത് നാം ഈ ഉറൂസ് മുബാറക്ക നടത്തുമ്പോൾ, നാം ഈ സനദ് ദാന സമ്മേളനം നടത്തുമ്പോൾ തീർച്ചയായും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക, കരയുക. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുക, കരയുക. ബീബി ആയിഷത്ത് റളിയല്ലാഹു അൻഹാ 18ാമത്തെ വയസ്സിൽ പൂർത്തീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63ാമത്തെ വയസ്സിൽ വഫാത്താവുകയാണ്. അന്ന് ആയിഷമ്മ ബീവിക്ക് 18 പൂർത്തിയാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63-ൽ വഫാത്താകുമെന്ന സൂചന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ ആഴത്തിലേക്കും അതിൻ്റെ ആഴത്തിലേക്കും ഇറങ്ങി ചിന്തിക്കുന്ന സ്വഹാബാക്കൾക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ചില തഫ്സീറുകളൊക്കെ എഴുതി കാണും. എന്താ കാരണം? ലോകത്തുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങളും മരിക്കും. അവധി എത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ജീവനും അവശേഷിക്കില്ല, എല്ലാവരും മരിക്കും. ഈ ആയത്ത് ഖുർആനിൽ വന്നത് 63ാമത്തെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്താണ്. 63ാമത്തെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്താണ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ സൂറത്ത് ഏതാണ്? സൂറത്തു തഗാബുൻ, മഹാനഷ്ടം, മഹാദുഃഖം. ആ സൂറത്താണ് പിന്നെ തുടങ്ങുന്നത്. ഈ രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും മരിക്കുമെന്ന് പറയുന്ന ആയത്ത് 63-ലെ അവസാനത്തെ ആയത്ത്, തൊട്ടടുത്ത സൂറത്ത് മഹാനഷ്ടം എന്ന് പേരുള്ളത്. ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ ചിലർ നേരത്തെ പറഞ്ഞു നബി തങ്ങൾ 63-ൽ വഫാത്താകും. 63-ൽ നബി തങ്ങൾ വഫാത്തായ ശേഷം 18-കാരിയായ ആയിഷമ്മ ബീബി റളിയല്ലാഹു അൻഹാ, പിന്നീട് മുത്തുനബിയുടെ ഭാര്യമാർ നമുക്ക് ഉമ്മമാരാണ്, ആർക്കും അവരെ കല്യാണം ചെയ്യാൻ പാടില്ലല്ലോ. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 63 അല്ലെങ്കിൽ 65-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. അല്ലാഹു റബ്ബി, 18 മുതൽ 65-ലേക്കുള്ള ദൂരം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. 47 വർഷം. ആ 47 വർഷം ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു മുഅല്ലിമയാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വ്യത്യാസമില്ലാതെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ സമീപിക്കുന്നു. അവർക്കൊക്കെ ഖുർആൻ പഠിപ്പിക്കുകയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട് എപ്പോഴും ഒരു ക്ലാസ് റൂമാണ്. അവിടെ ചെറിയ കുട്ടികളുണ്ട്, KG ക്ലാസ്. അവിടെ വലിയ ആളുകളുണ്ട്, ഉന്നത ബിരുദമുള്ളവർ. അങ്ങനെ പ്രായമുള്ള ഉമ്മമാരും യുവതികളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്നവർ എത്രയായിരുന്നു. ഓ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരെ, നാം ഒക്കെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ പിൻപറ്റി ഓർക്കണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുന്നു, കരയുന്നു, ഓതുന്നു, കരയുന്നു. അങ്ങനെ കണ്ണുനീര് കൊണ്ട് കഴുകി, കണ്ണുനീര് കൊണ്ട് കഴുകി അല്ലാഹു റബ്ബി സ്വർഗം വാങ്ങുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിലേക്കാണ് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ നമ്മെ നയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇൽമ് എന്നത് ഒരു തിയറിയാണ്. ആ തിയറിയുടെ പ്രാക്ടിക്കൽ അമലാണ്. ഇൽമും അമലും ചേർന്ന് വന്നാൽ, ഇൽമാകുന്ന തിയറിയും അമലാകുന്ന പ്രാക്ടിക്കലും, അത് രണ്ടും ചേർന്ന് വരുമ്പോൾ അവരൊരു അലമാകും, അഥവാ പതാകയാകും, അവർ നേതാവാകും, അവർ ഉയരത്തിലെത്തും. അതാ ബഹുമാനപ്പെട്ട ശൈഖുന റഈസുൽ ഉലമ സുലൈമാ ഉസ്താദ് ഇൽമും അമലും അപ്പോൾ വലിയ അലമായി സമസ്ത എന്ന സംഘടനയുടെ അഡ്രസ്സായി. ശൈഖുന AP ഉസ്താദ് ഇൽമും അമലും അപ്പോൾ അതൊരു വലിയ അലമായി. കണ്ട നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൽമ് അത് അമലായിട്ട് അങ്ങനെ
പ്രാക്ടിക്കലും തിയറിയും ചേർന്നുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏത് മഹല്ലത്തിലെത്തിയാലും ഏത് കുടുംബത്തിലായാലും നമുക്കൊക്കെ അവിടെ ഒരു പരിവർത്തനം, ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ വഫാത്ത് കഴിഞ്ഞ് 20ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോഴും ഇപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച, ഇതിൻ്റെ വളർച്ച, ഇതിൻ്റെ ദൈനംദിന അഭിവൃദ്ധി അത് ബഹുമാനപ്പെട്ടവരുടെ മേൽനോട്ടത്തിൽ, ബഹുമാനപ്പെട്ടവരുടെ നിയന്ത്രണത്തിൽ നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നാം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബി, ഞാനിവിടെ മഗ്‌രിബിക്ക് മുമ്പ് ഞാൻ അസർ ളുഹർ സമയത്ത് ഇന്നിവിടെ എത്തി. അതിനുശേഷം ഇങ്ങനെ നോക്കുമ്പോൾ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് മുഹബ്ബീങ്ങളായ ആളുകൾ ഇങ്ങനെ ഒഴുകി 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 ഈ കാണുന്ന പുരുഷന്മാരാകുന്ന പാരാപര്യത്തെക്കാൾ അപ്പുറത്ത് ഒട്ടേറെ മുഅ്മിനാത്തുകളായ സഹോദരിമാർ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ സ്ത്രീകളും പുരുഷന്മാരും. അല്ലാഹു റബ്ബി, സ്ത്രീകൾ നല്ല അച്ചടക്കത്തോടുകൂടെ ഒരു സ്ത്രീയെ ഇവിടെയെങ്ങും കാണാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന ചിട്ടകൾ പാലിച്ചുകൊണ്ട് അവരപ്പുറത്ത് ദുആ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം ഇനിയുള്ള കാലത്ത് നാം പ്രത്യേകിച്ചും ഓർക്കണം. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ നേരത്തെ പരിശുദ്ധ ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത കാലത്ത് വാർ വൈൻ ഉമൻ നമുക്കറിയാം. ഈ കാലത്ത് 3W കാലഘട്ടമാണ് അന്നുണ്ടായിരുന്നത്. ഇന്നത്തെ 3W അന്നത്തെ 3W രണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ വിശദീകരണത്തിലുണ്ടെങ്കിൽ ഫലത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ദീനിനെ ചെരുപ്പിനൊത്ത് റബ്ബി തൊപ്പിക്കനുസരിച്ച് തലചെത്തിയിട്ട് കാര്യമില്ലല്ലോ. നാം ശ്രദ്ധിക്കണം. നമ്മുടെ ദീൻ നാം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വിശ്വാസം, അതിൻ്റെ യഥാർത്ഥ അനുഷ്ഠാനം, അതിൻ്റെ യഥാർത്ഥ ആചാരം അതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണം. ഷെയ്ഖുന AP ഉസ്താദ് അല്പ വാക്കുകൾ പറഞ്ഞപ്പോൾ നമ്മെ ചിന്തിപ്പിച്ചൊരു വാക്ക് പറഞ്ഞു. ഞാൻ മുഹിബ്ബാത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകനാണെന്ന്. സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ കേട്ടപ്പോൾ അറിയാതെ കണ്ണ് നനഞ്ഞുപോയി, അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകൾ പറയുകയാണ്, ഞാൻ മുഹിമ്മാത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകനാണ്. ആ വിനയം ഓർത്തു നോക്കൂ നിങ്ങൾ. ആ വിനയമാണ് നാം അവിടെ രേഖപ്പെടുത്തി വെക്കേണ്ടത്. എൻ്റെ ആ എളിയ പ്രവർത്തനം ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം ഉണ്ടായി തുടരും എന്നൊരു സന്തോഷ വാർത്തയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ കുറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു അമാനത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് അമാനത്ത് ഓർമ്മപ്പെടുത്തിയത്? മുഹിബ്ബാത്ത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വലിയ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഹാഫിളീങ്ങളായ ആൺകുട്ടികൾ, അതേപോലെ തന്നെ ദഅ്വാ കോളേജിലെ ഒട്ടേറെ കുട്ടികൾ, ഇവരൊക്കെ പഠിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പെൺകുട്ടികൾക്ക് കർണാടകയും കേരളവും അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്ത് പെൺകുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അതിനുവേണ്ടി നേരത്തെ വലിയ ഒരു ബനാത്ത് സൗകര്യം ഇവിടെ ബിൽഡിങ്ങും സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മതിയാകാതെ വന്നപ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾക്ക് പഠിക്കാൻ 13,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ നിലവിൽ 182 കുട്ടികൾ നമ്മുടെ പെൺകുട്ടികളെ കൂട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പെൺകുട്ടികൾ ധാരാളമായി അപേക്ഷകളും പഠനത്തിനും കാത്തു നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഒരു നല്ല മകളാകാൻ, ഒരു നല്ല പെങ്ങളാകാൻ, ഒരു നല്ല സഹധർമ്മിണിയാകാൻ, ഒരു നല്ല കുടുംബിനിയാകാൻ, ഒരു നല്ല ഉമ്മയാകാൻ, ഒരു നല്ല അയൽവാസിയാകാൻ നമ്മുടെ സഹോദരിമാരെ പഠിപ്പിച്ചേ മതിയാകൂ. തീർച്ചയായും ഒരു പെൺകുട്ടിക്ക് ദീൻ പഠിക്കുമ്പോൾ 2 കുടുംബമാണ് ആ പെൺകുട്ടിയെ കൊണ്ട് നന്നായി വരുന്നത്. മാത്രമല്ല, ഒരു 10 വീടുകൾക്ക് മധ്യേ ഒരു പെൺകുട്ടി ദീൻ പഠിച്ചതുണ്ടായാൽ ആ 10 വീട്ടിലും ദീനുണ്ടാക്കാൻ ആ പെൺകുട്ടിക്ക് എളുപ്പത്തിൽ സാധിക്കും. അവൾ പ്രസംഗിക്കേണ്ടതില്ല, നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അവളുടെ ദീനിയായ ജീവിതം കാണുമ്പോൾ തന്നെ മറ്റ് സഹോദരിമാർ അത് ചോദിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് നന്നായിത്തീരുന്ന എത്രയോ അവസ്ഥകളുണ്ട്. മർക്കസിൻ്റെയും മറ്റുമൊക്കെ കീഴിലുള്ള ഹാദിയ കോഴ്സുകൾ,
ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ ബാഹിറ കോഴ്സുകൾ ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന സ്ഥാപനമുണ്ട്. 3000 കുട്ടികൾ 10 സ്ഥാപനങ്ങളിലായി പഠിക്കുന്ന മജ്മ അക്കാദമി, അവിടെയുണ്ട് മാഹിറ കോഴ്സ്. അവിടെയൊക്കെ പെൺകുട്ടികൾ പഠിച്ചിറങ്ങിയപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ വിപ്ലവമാണ് മുസ്ലിം കുടുംബിനികൾ ഉണ്ടാക്കിയെടുക്കാൻ അവർ മുഖേന നമുക്ക് സാധിക്കുന്നത്. എങ്കിൽ ഈ കർണാടകത്തിലെയും കേരളത്തിലെയും കുട്ടികളെ ഒരുപോലെ വിദ്യാഭ്യാസം നൽകുന്ന ഈ മുഹിമ്മാത്ത് സ്ഥാപനത്തിൽ പെൺകുട്ടികൾക്ക് സൗകര്യം ഒരുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വലിയ സഹായം അതിന് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആ സഹായം ചെയ്തു കൊടുക്കാൻ 14000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൻ്റെ പ്ലാൻ തയ്യാറായിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ പ്ലാൻ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഭൂമി വാങ്ങി അതിൻ്റെ രജിസ്റ്ററൊക്കെ പൂർത്തിയാക്കി ആ ഭൂമിയിൽ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ തീർച്ചയായും അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയവരും നമുക്ക് നോക്കിയാൽ അവിടെയൊക്കെ എങ്ങനെയാണ് സാധിച്ചത്? സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അതേപോലെ തന്നെ അവരവരെ കൊണ്ട് കഴിയുന്ന ശേഷിയുള്ള ആളുകൾ. ഒരു വലിയ പണക്കാരൻ 1 കോടി കൊടുത്തേക്കും, അദ്ദേഹം കൊടുക്കുന്ന 1 കോടിയും ഒരു സാധാരണക്കാരൻ കൊടുക്കുന്ന 1000-ഉം രണ്ടും ഒരു പക്ഷേ തുല്യമായിരിക്കും. ചിലപ്പോൾ 1000 കൊടുത്തിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ചുരുക്കി, മാംസം വാങ്ങേണ്ടത് ചുരുക്കി, മത്സ്യം വാങ്ങേണ്ടത് ചുരുക്കി, അങ്ങനെയായിരിക്കും 1000 കൊടുത്തിട്ടുണ്ടാവുക. ആ 1000 വലിയ ബറക്കത്തുള്ള പണമാണ്. 1 കോടി കൊടുത്തത് നല്ല മനസ്സോടുകൂടെ അത് വലിയ ബറക്കത്തുള്ള പണമാണ്. ചെറുതും വലുതും ചേർന്ന് ഒരു വലിയ സംഖ്യയായി മാറുമ്പോൾ അതാണ് ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ. ഈ മുഹിമ്മാത്തിൽ നിങ്ങളിങ്ങനെ നോക്കൂ, ഓരോ പ്രാവശ്യവും ഞാനിവിടെ ഒരുപാട് വർഷങ്ങളായി വരാൻ തുടങ്ങിയിട്ട്, ഒരു പക്ഷേ 20-ാം ഉറൂസ് മുബാറക്ക് നടക്കുമ്പോൾ കഴിഞ്ഞ 20-ലും ഒരു പക്ഷേ പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. അല്ലെങ്കിൽ 20 വർഷത്തിൽ ഇവിടെ വരാത്തൊരു വർഷം ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്. അപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ ഓരോ സമയത്തും പുതിയത് 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 ഈ കാണുന്ന പള്ളിയുടെ ബാക്കിൽ നിറഞ്ഞു നിൽക്കുന്ന വിശാലമായ കെട്ടിടങ്ങളും സൗകര്യങ്ങളും, അതേപോലെ നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സൗകര്യങ്ങൾ ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, ഒരു കൂട്ടം ചെറുപ്പക്കാരായ യുവാക്കൾ, ബഹുമാനപ്പെട്ട ഈ കാസർഗോഡ് ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പഴയ കാലം മുതൽക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ, നൂറുൽ ഉലമയുടെ കൂടെ, കൻസുൽ ഉലമയുടെ കൂടെ, അരിക്കുഞ്ഞ് ഉസ്താദിൻ്റെ കൂടെ, ബേക്കൽ ഉസ്താദിൻ്റെ കൂടെ ഒക്കെ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് നമ്മുടെ BS ഉസ്താദ്. അതേപോലെ തന്നെ അവരുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ആർജവം സിദ്ധിച്ച ആളാണ് നാം ഇന്ന് അർഹതപ്പെട്ടവരാദരവാണ് നമ്മുടെ പള്ളങ്കോട് ഉസ്താദിന് ഇന്ന് നൽകിയത്. ഇരുവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എപ്പോഴും ചെറുപ്പക്കാർ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ നിര ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഫലം നാം ഒക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ അൽഹംദുലില്ലാഹ്. എത്ര ആലിം ഹിമമികൾ, ഹാഫിളിങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു കൗതുകമുണ്ട്, എന്തൊരു സന്തോഷമുണ്ട്. ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓൺലൈനിലും ഇവിടെ ഓഫ്ലൈനിലും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കേതായാലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഒരു പഠിക്കുന്ന കുട്ടി ഉണ്ടായിത്തീരുന്നതിന് ഒരു ആലിം, അതേപോലെ തന്നെ ഒരു ആലിമ, അവരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നാം ഒക്കെ പങ്കാളികളാകുമ്പോൾ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിലേക്ക്, മരണാനന്തര ലോകത്തേക്ക് നമുക്കൊരു അണമുറിയാത്ത, നമുക്കൊരു ഒഴുക്ക് നിൽക്കാത്ത നീര് നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജാരിയായ സ്വതക്കയിൽ നമ്മളൊക്കെ പങ്കാളികളാകണം. 14000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൻ്റെ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ഒരുക്കം നടത്തുമ്പോൾ 1 സ്ക്വയർ ഫീറ്റിന് 1800 രൂപയാണ് വരുന്നത്. അതിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്കത് സമർപ്പിക്കുമ്പോൾ 1 സ്ക്വയർ ഫീറ്റിന് 1800 രൂപ വരും. അങ്ങനെ 10 സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ ഒരാൾ തയ്യാറായാൽ, 5 സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ ഒരാൾ തയ്യാറായാൽ, 1 സ്ക്വയർ ഫീറ്റെങ്കിലും കൊടുക്കാൻ ഒരാൾ തയ്യാറായാൽ, ഇത്രയും വലിയൊരു ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞാനും ഭാഗമായി എന്ന് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മുടെ സഭയിലിരിക്കുന്ന എത്രയോ ആളുകൾ കഴിവുള്ളവരുണ്ടാകും, എത്രയോ ആളുകൾ അതിന് സാധ്യതയുള്ളവരുണ്ടാകും. ആരെങ്കിലുമൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് എത്രയോ ആളുകൾ ഗൾഫിലും നാട്ടിലുമൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രവാസി കുടുംബങ്ങളുണ്ട്. ICF-ലും KCF-ലുമൊക്കെ പ്രവർത്തിക്കുന്ന കർണാടകത്തിലെയും അതേപോലെ തന്നെ കേരളത്തിലെയും ആളുകൾ, അവരുടെ പ്രത്യേക നമ്മൾക്ക് അബുദാബിയിലും അതേപോലെ തന്നെ UAE-യിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ജാമിയ സയ്യിദിയെയും മുഹിമ്മാത്തിനെയും ഒക്കെ നെഞ്ചേറ്റിക്കൊണ്ട് നിൽക്കുന്ന എത്രയോ ആളുകൾ. മംഗലാപുരം അടക്കമുള്ള ദക്ഷിണ കന്നഡയിൽ വലിയ ഒരു വിപ്ലവം സാധ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KCF, അപ്പോൾ അവരുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു ഉത്സാഹത്തിന് വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങിയാൽ നമുക്കത് വലിയ സാധ്യമാകും. അതുകൊണ്ട് 1 സ്ക്വയർ ഫീറ്റ് കൊടുത്തെങ്കിലും നമ്മൾ അതിലേക്ക് ഭാഗമാക്കണം. ഒരു 10 സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമുക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്, അബ്ദുൽ കരീം തങ്ങൾ അവറുകൾ. അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. ഇസ്ലാമിക ചരിത്രം കേരളത്തിൻ്റെതും ലോകത്തിൻ്റെതും പഠിക്കുമ്പോൾ അഹ്ലു ബൈത്തിനെ മറന്നുകൊണ്ട്, അഹ്ലു ബൈത്തിൻ്റെ ചരിത്രം പഠിക്കാതെയും എഴുതാതെയും നമുക്കൊരു ചരിത്രവും പൂർത്തീകരിക്കുകയില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് 10 സ്ക്വയർ ഫീറ്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഉദ്ഘാടനം. അല്ലാ, തങ്ങൾ അവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ, ഇവിടുത്തെ കുടുംബത്തിന് നീ ബർക്കത്ത് നൽകണേ അല്ലാ. 10 സ്ക്വയർ ഫീറ്റ് 18,000 രൂപ, 18,000 18,000 രൂപ. അള്ളാഹു നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാ ഹിമമിങ്ങളും ഒന്ന് നന്നായിട്ട് ആമീൻ പറയും മക്കളെ, അപ്പോഴല്ലേ നമുക്കത് എളുപ്പത്തിൽ ഉയർത്താൻ സാധിക്കുക. അള്ളാഹുവേ, ഈ ഉദ്ഘാടനം നീ കബൂലാക്കണേ അല്ലാ. സയ്യിദ് അവരുടെ ഉദ്ഘാടനത്തോടുകൂടെ ഇത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ആരാണ് രണ്ടാമത്തെ ഒരാൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 10 പേര് അല്ലാഹു റബ്ബേ, നമ്മുടെ VP അബ്ദുൽ ഖാദർ ഹാജി അല്ലേ? അൽഹംദുലില്ലാ, എപ്പോഴും കാണുന്ന ആളാ, അപ്പോൾ പേര് നമുക്ക് അങ്ങനെ ഓർക്കില്ലല്ലോ. അപ്പോൾ അള്ളാഹുവേ, അദ്ദേഹത്തിന് നീ ഖൈറ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, കുടുംബത്തിന് റഹ്മത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ചും ദീനിനെ മഹബത്ത് വെച്ചും ഈമാനിൻ്റെ ഭാഗമായി 25 സ്ക്വയർ ഫീറ്റ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്വതക്ക നീ കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. 25 സ്ക്വയർ ഫീറ്റ്. മൂന്നാമത്തത് ആരാണ്? അൽഹംദുലില്ലാ, കുമ്പള പഞ്ചായത്ത് പോയി പ്രസിഡന്റ്. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. പിന്നെ ആരാണ് മൂന്നാമത്തെ ഒരാൾ? ബിസ്മില്ലാ. സമയം വൈകുകയാണ്. വെസ്റ്റ് കോസ്റ്റ് ട്രെയിൻ ഇവിടെ എത്തുമ്പോഴേക്ക് ഈ വന്ന എല്ലാവർക്കും പോകാനുണ്ട്. അപ്പം അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ നമുക്ക് സാധിക്കുന്ന ആളുകൾ? ചെറുതോ വലുതോ സാധിക്കുന്ന നമ്മൾ ഓരോ ആളുകളും 1 സ്ക്വയർ ഫീറ്റ് എങ്കിലും പറയാത്ത ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് നമുക്കതിൻ്റെ ഇബ്രാഹിം മണ്ടമ 25 സ്ക്വയർ ഫീറ്റ്. ഇബ്രാഹിം മണ്ടബ ഇബ്രാഹിം 25 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ, നീ അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ, കുടുംബത്തിന് നീ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, 25 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു റബ്ബി. സബാഹി റിഫായി തങ്ങളുടെ ഖാദിം സബാഹി റിഫായി തങ്ങൾ, യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ട താഹിർ തങ്ങളും അവരുമായുള്ള ബന്ധങ്ങളൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. അല്ലാ, അവരെ ഖാദിമായ ഇതിന് പേര് പറഞ്ഞു ഹമീദ് ബാവ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ടവർ 10 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു റബ്ബി, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. 10 സ്ക്വയർ ഫീറ്റ്. ഇനി ആരാ? 10ഓ 5ഓ ഒക്കെയായി സാധിക്കുന്നവരെന്താക്കണം? അതിലെല്ലാവരും ചേരണം. ഇനി ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാ. എല്ലാവരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവന്നെ, പക്ഷേ ഇന്നത്തെ ഈ സഭയിൽ ബിസ്മില്ലാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിൽ, ഈ ഉറൂസ് മുബാറക്കിൻ്റെ ഈ സന്തോഷത്തിൽ നമ്മൾ ആ കാര്യം പ്രഖ്യാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ ആ കെട്ടിടം പൂർത്തീകരിക്കാൻ, നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളും കുടുംബിനികളും അങ്ങനെ ബന്ധപ്പെട്ടവരുമൊക്കെ ഉണ്ടാകും. അവരൊക്കെ സഹകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1 സ്ക്വയർ ഫീറ്റ് എങ്കിലും എന്ന രൂപത്തിൽ നമ്മളൊക്കെ അതിൽ പങ്കാളികളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ. ഒരു ഹിമമിയുടെ ഉപ്പ അൽഹംദുലില്ലാ ആ സ്ക്വയർ ഫീറ്റിലേക്ക് 2000 രൂപ. അള്ളാഹുവേ, ഹിമമ്മക്കും ഉപ്പാക്കും കുടുംബത്തിനും നീ ഖൈർ നൽകണേ അല്ലാ. മകനെ കൊണ്ട് അവർക്ക് വലിയ വിജയം നൽകണേ അല്ലാ. സമസ്ത സമ്മേളനത്തിന് സെൻറ്റിനറി കാർഡ് ഉണ്ടാക്കിയപ്പോൾ ജില്ലയുടെ ചീഫ് നമ്മുടെ ചേറൂർ, എവിടെ പോയി ആള്, CM ചേറൂർ ഇവിടെ ഉണ്ടോ? നേരത്തെ കണ്ടില്ല. അത് 5 സ്ക്വയർ ഫീറ്റ് 5 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാ. ഗൾഫിലും മറ്റുമൊക്കെ ആയിരുന്ന സമയത്ത് നല്ല കൊടുക്കാൻ അദ്ദേഹം അധ്വാനിച്ചിരുന്നു. ഇപ്പം പിന്നെ നാട്ടിൽ തന്നെ ആകുമ്പോൾ അത്രയല്ലേ സാധിക്കുള്ളൂ. അള്ളാഹുവെ നീ ഖൈർ നൽകണേ അല്ലാ, നീ ബറക്കത്ത് നൽകണേ അല്ലാ. 5 സ്ക്വയർ ഫീറ്റ് CMA ചേറൂർ. അള്ളാഹുവെ നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ഇനി ആരാണ്? ബിസ്മില്ല, വേഗം പറയണം. നമ്മുടെ സമ്മേളനം തീരാറായി, നമുക്ക് ട്രെയിനിൻ്റെ ടൈമുമായി. ഉളുവറ കെ മുഹമ്മദ് 5 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവെ, മുഹമ്മദും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ റഹ്മത്ത് നൽകണേ അല്ലാ, നീ ബറക്കത്ത് നൽകണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. മുഹമ്മദ് പുളിക്കൂർ 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവെ, 2 സ്ക്വയർ ഫീറ്റ് തന്ന് അദ്ദേഹം മക്കളെ സ്വലാഹിയത്തിന് വേണ്ടി ദുആർക്കാൻ. അള്ളാഹുവെ, അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ട് നീ ഖൈർ നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് കുടുംബത്തിനും അദ്ദേഹത്തിനും നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. പിന്നെ ആരാണ്? വേഗമാണ്, സമയം തീരുകയാണ്. യാ റബ്ബ്. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രഖ്യാപിച്ചതൊക്കെ എളുപ്പത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യവും നമ്മൾ നമ്മുടെ ബനാത്തിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് നിർവഹിച്ചു. അതിൻ്റെ ഒരു തുടക്കം നമ്മളിവിടെ കുറിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇനി ഓൺലൈനിലും അല്ലാതെയുമൊക്കെയായി റമളാനു ശരീഫ് കഴിയുന്നതിന് മുമ്പ് നമ്മളൊക്കെ എല്ലാവരും സഹായിച്ചും സഹകരിച്ചും നമുക്ക് ആ സ്ഥാപനത്തെ പടുത്തുയർത്താൻ സാധിക്കണം. അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങളും അവിടുത്തെ ബീവിയും ബഹുമാനപ്പെട്ട അവർ ഇരുവരും അല്ലാഹു റബ്ബി, ദുനിയാവിലെ ജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടത് അതിങ്ങനെ മാതൃകാപരമായ കുടുംബജീവിതം കാഴ്ചവെച്ച് അവർ 2 പേരും ആ മാതൃകയിൽ തന്നെ ഇവിടെ വിശ്രമിക്കുന്ന കാഴ്ച അതൊരു വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹുവിൻ്റെ ആ ദീൻ ഭയപ്പെട്ട് ജീവണ്ട് ജീവിച്ച ഭാര്യ ഭർത്താക്കൾ നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ എന്ന് ഖുർആൻ യാസീൻ സൂറത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അല്ലാഹു റബ്ബി, ഭൂമിയിൽ സന്തോഷത്തോടു കൂടെ ജീവിച്ചിരിക്കുന്ന ഇണജീവിതം നയിച്ച ആളുകൾക്ക് നാളെ ആഖിറത്തിലും അതേപോലെ ജീവിക്കാൻ സാധിക്കുമെന്ന് അത് മാതൃക കാണിച്ചു തരുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരിരുവരും അൽഹംദുലില്ലാ 2 പേരും ചേർന്ന് ഇവിടെ വിശ്രമിച്ച് ഇതിനൊക്കെ നേതൃത്വം നൽകുകയാണ്. അള്ളാഹുവെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, അവിടുത്തെ ബീവി, അവർക്കെല്ലാം വലിയ ദറജ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ മാട്ടൂൽ തങ്ങളുപ്പാപ്പയുടെ മകൻ ഒരു ചടങ്ങിന് ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മളൊക്കെ പേര് വായിച്ചപ്പോൾ കേട്ടു. ബഹുമാനപ്പെട്ട ലിയാഉൽ മുസ്തഫ മാട്ടൂൽ തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആദ്യ ദർസ് ഉള്ളാളത്ത് തുടങ്ങുമ്പോൾ 7 മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് തുടങ്ങിയ കൂട്ടത്തിലുള്ള
ഒരു പ്രധാനപ്പെട്ട മുതഅല്ലിമാണ്. തങ്ങളിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച് വലിയ ദറജയിലെത്തി വലിയ വിപ്ലവം സാധ്യമാക്കി ഒട്ടേറെ സേവനങ്ങൾ ചെയ്ത് മാട്ടൂൽ മൻഷ എന്ന വലിയ ഒരു സ്ഥാപനം പടുത്തുയർത്തി സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ല ഖാദിയായിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. അവിടുത്തെ വഫാത്ത് നടന്നത് റമളാൻ 9-നാണ്. ആ ഉറൂസ് മുബാറക്ക് റമളാനിൽ നടക്കുമ്പോൾ ആ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ നമ്മളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. അതിനെല്ലാവരും സാധിക്കുന്ന ആളുകളൊക്കെ ആ ഉറൂസിൽ എത്തിച്ചേരണം എന്നുകൂടി അറിയിക്കുകയാണ്. ബഷീർ കൊടിയമ്മ 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പേര് പറയാത്ത ഒരാൾ, പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ 5 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് വഫാത്തായ തങ്ങളവറുകളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് പ്രായം അതേപോലെ തന്നെ ക്ഷീണം അതൊന്നും വകവെക്കാതെ ഉള്ളാളത്ത് മുതൽ കാസർഗോഡ് നിന്ന് തുടങ്ങി ബഹുമാനപ്പെട്ടവർ തിരുവനന്തപുരം വരെയുള്ള യാത്ര വിജയകരമായി പൂർത്തീകരിച്ച് മാനസികമായ ആരോഗ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരീരത്തിൻ്റെ ക്ഷീണമുണ്ടല്ലോ, അള്ളാഹുവിന് ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്. ഉസ്താദിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അടുത്ത 5-ാം തീയതി നമുക്ക് മർക്കസിൻ്റെ ഖത്മുൽ ബുഖാരിയും അതേപോലെ തന്നെ സനദ് ദാന ജൽസയും നടക്കുമ്പോൾ നമ്മളൊക്കെ ആ ജൽസ കാണാൻ, ഉസ്താദിൻ്റെ മനസ്സിനൊന്ന് കുളിർപ്പിക്കാൻ മർക്കസിൻ്റെ ആ വേദിയിൽ നമ്മളൊക്കെ എത്തിച്ചേരണമെന്ന് പ്രത്യേകിച്ച് ഈ 5-ാം തീയതിയാണ് നടക്കുന്നത്. 5-ാം തീയതി വ്യാഴാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ സെഷനുകളിലായി ആലിമീങ്ങളും സാദാത്യങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ചേരുന്ന സഭയിലേക്ക് നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് സമസ്തയുടെ 100-ാം വാർഷികം അടുത്ത വർഷം നമുക്ക് ഈ 26-ൽ അത് നടക്കും. അതിൻ്റെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളുമൊക്കെ സമയോചിതമായി ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സ്ക്വയർ ഫീറ്റിലേക്ക് പല സഹോദരിമാരും ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹുവെ, സഹോദരിമാരിൽ നിന്ന് കബൂൽ ചെയ്യണേ അള്ളാഹ്. അവരെ മുറാദുകളൊക്കെ നീ ഹാസുലാക്കണേ അള്ളാഹ്. ഒന്നാം റാങ്കുകാരന് പല സമ്മാനങ്ങളും കിട്ടി. അവരെ കുടുംബം ഒരു ഉംറ വാഗ്ദത്തം ചെയ്തു. അങ്ങനെ 1-ാം റാങ്കുകാരനായ ഹിമമി അദ്ദേഹത്തിൻ്റെ ആ സന്തോഷത്തിൽ ഒരു സ്ക്വയർ ഫീറ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഹിമമികൾക്കൊക്കെ ഒരു മാതൃകയാണ്, ഇപ്പോൾ ഉള്ളവർക്കും നേരത്തെ കഴിഞ്ഞു പോയവർക്കും. ഇൻഷാ അള്ളാഹ് റമളാനിൽ നല്ല ജോലിയൊക്കെ ഏറ്റെടുത്തിട്ട് എല്ലാവരും ഓരോ സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ മതി. നമ്മളെ അപ്പോൾ ആ ഹിമമികളൊക്കെ ജോലിയൊക്കെ ഏറ്റെടുക്കുമ്പോൾ അവിടെ പറയാം, മുഹിമ്മാത്തിന് ഞാൻ നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങളൊക്കെ തരണമെന്ന് പറയാം. ഒന്ന് നമുക്ക് നിയത്ത് ചെയ്യാം, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സംഭാവന ചെയ്ത ഹിമമിയുടെ മാതാവ് അവരെ ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അള്ളാഹ്. അബ്ദുറഹ്മാൻ ആലമ്പാടി, നീ അദ്ദേഹത്തിന് ഖൈർ നൽകണേ അള്ളാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.